ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ ഉണ്ടാക്കാവുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണെന്ന് കാണിക്കുന്നത്. ഗോതമ്പ് പൊടി മാത്രം മതി ഇതിന്, വേറെ പൊടികളൊന്നും തന്നെ വേണ്ട. അപ്പോൾ ഇത് കണ്ടോ, നല്ല അടിപൊളി സ്നാക്കാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാം. 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. മാത്രമല്ല ഇപ്പോൾ എല്ലാവരും വീട്ടിലൊക്കെ ഉള്ള സമയമാണ്, നമുക്ക് എന്നും ഈവനിങ് സ്നാക്കൊക്കെ വേണം, 4 മണി ചായക്കൊക്കെ. അപ്പോൾ ഒരു ദിവസം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏത് ഗോതമ്പ് പൊടിയായാലും കുഴപ്പമില്ല. ഇതിപ്പോൾ ആട്ടയാണ്, സപ്ലൈക്കോടെ ആട്ടയാണ്. ഏത് പൊടിയായാലും കുഴപ്പമില്ല, വീട്ടിലുണ്ടാക്കിയ പൊടിയായാലും കുഴപ്പമില്ല. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇടുന്നുണ്ട്. ചെറിയ ജീരകം തന്നെ ഇട്ടാലും മതി. പിന്നെ 1 ടീസ്പൂൺ എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ, ആ ടേസ്റ്റ് ഒന്നും ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാം. പിന്നെ ഒരു നുള്ള് ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടുണ്ട്. ഇതൊന്നും വേണമെന്നില്ല, എള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ടേസ്റ്റാണ്, ഇടയ്ക്കൊന്ന് കടിക്കുമ്പോൾ ടേസ്റ്റാണ്. ചെറിയ ജീരകത്തിൻ്റെ അതുപോലെ തന്നെ അതൊരു ടേസ്റ്റാണ്. ചിലർക്കൊന്നും അത് ഇഷ്ടമുണ്ടാവില്ല, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം. അതുപോലെ ബേക്കിംഗ് പൗഡർ വേണ്ടാന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ ബേക്കിംഗ് സോഡ അല്ല, ബേക്കിംഗ് പൗഡറാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒരു നുള്ളേ ഇട്ടിട്ടുള്ളൂ. ഇതിലേക്ക് ഞാൻ 3 ശർക്കര, മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം, 3 ശർക്കര തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ചിട്ട് അതിൽ അഴുക്കൊക്കെ കളഞ്ഞ് അരിച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ. ഗോതമ്പ് പൊടി നമ്മളെ വീട്ടിൽ പൊടിച്ചതുണ്ടെങ്കിൽ അതും എടുക്കാം കേട്ടോ. ശർക്കര ഒന്നും കൂടി ചൂടാറിയാൽ മതി, വല്ലാതെ ചൂടാറിപ്പോവരുത്. നന്നായിട്ട് തിളച്ച അവസ്ഥയിൽ നിന്ന് ഒന്നും അങ്ങോട്ട് മാറിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അത്യാവശ്യം നല്ല ചൂടോടുകൂടി തന്നെയാണ്, ഇത് ആവി പറക്കണുണ്ടോ, അത്യാവശ്യം നല്ല ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് സ്പൂണ് വെച്ചിട്ട് ഇളക്കുക. നല്ല ചൂടോടുകൂടി ഒഴിച്ചാൽ മാത്രമേ നമുക്ക് ഈ പലഹാരം പുറത്ത് ഇങ്ങനെ ക്രിസ്പി ആയിട്ടും അകത്ത് സോഫ്റ്റ് ആയിട്ടും കിട്ടുള്ളൂ. നമ്മൾ നല്ല തണുത്തിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ അത് സോഫ്റ്റായി പോവും. അപ്പോൾ ഒരു സുഖം കിട്ടില്ല, അത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നല്ല ചൂടോടുകൂടി ഒഴിച്ചെടുക്കുകയാണെങ്കിൽ പുറത്തൊക്കെ കുറച്ച് ക്രിസ്പി ആയിരിക്കും. അത് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക, ഓവറാവാൻ നിൽക്കണ്ട. കുറച്ച് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക, എന്നിട്ട് ബാക്കി ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമുക്ക് ഒരു കട്ടിയുള്ളൊരു ഇതിലാണ് നമുക്ക് വേണ്ടത്, ആ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇപ്പോൾ കണ്ടോ, ഇതുപോലെ അത് ചപ്പാത്തിക്കൊന്നും മാവ് കുഴക്കണ പോലെയല്ല, എന്നാൽ ഉണ്ണിയപ്പത്തിൻ്റെ നെയ്യപ്പത്തിൻ്റെ പോലെ അത്ര ലൂസും അല്ല. ഇനി നമ്മളിത് കൈ കൊണ്ട് തന്നെയാണ് എടുത്ത് എണ്ണയിലേക്ക് ഇടേണ്ടത്. അത്യാവശ്യം നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം. കൈ കൊണ്ടല്ല, സ്പൂൺ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് പതപ്പിച്ച് അടിച്ചു കൊടുക്കണം. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഉണ്ടാക്കാവുള്ളൂ. ഉടനെ ഉണ്ടാക്കരുത്. ഉടനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അത്ര അങ്ങോട്ട് ശരിയാവില്ല. കൈ നമ്മൾ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ഇതുപോലെ എടുത്തിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. പ്രത്യേകിച്ച് ഷേപ്പൊന്നും ആക്കണമെന്നില്ല. കൈ ഒന്ന് വെള്ളത്തിൽ മുക്കുക, ഇല്ലെങ്കിൽ ഒട്ടിപ്പോവും. കുറേശ്ശെ നുള്ളി കൈ ഇടയ്ക്കൊന്ന് വെള്ളത്തിൽ മുക്കിയാൽ മതി. ഇടയ്ക്ക് ഇങ്ങനെ നുള്ളി അങ്ങനെ ഇട്ട് കൊടുക്കുക. വലിപ്പമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. നമുക്ക് ഉണ്ടംപൊരിയുടെയൊക്കെ ബോണ്ടയുടെയൊക്കെ അത്രയും വലിപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ എന്തായാലും ഇപ്പോൾ ഇവിടെ ചെറുതായിട്ടാണ് ചെയ്യണത്. കാരണം ഒരുപാട് വലുതാക്കി കഴിഞ്ഞാൽ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരുപാട് സമയം വെക്കണം. പുറമൊക്കെ നല്ല ക്രിസ്പി ആകും, പക്ഷേ അകത്ത് ചിലപ്പോൾ വേവാത്ത പ്രശ്നം വരും. ചെറുതായി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും വേവാത്ത പ്രശ്നം വരില്ലല്ലോ. അങ്ങനെ നമ്മൾ കുറേ എണ്ണം അങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമ്മൾ ബോണ്ടയൊക്കെ ഉണ്ടാക്കൂലേ, അതുപോലെ വേവിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. ചൂടൊന്ന് ആറിയതിന് ശേഷം കഴിച്ചാൽ മതി. ഓരോ ട്രിപ്പായിട്ട് ഇട്ടിട്ട് കോരിയെടുക്കുക. ശരിക്കും നമ്മൾ ടേസ്റ്റ് നോക്കുമ്പം നമ്മൾ വെട്ട് കേക്ക് ഉണ്ടല്ലോ, ആ ഒരു ടേസ്റ്റിലാണ് ഉണ്ടാവുക. വെട്ട് കേക്കിൽ നമ്മൾ മൈദയും റവയാണ് ഉപയോഗിക്കണമെങ്കിലും കഴിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ശരിക്കും ഒരു വെട്ട് കേക്കിൻ്റെ ഒരു ടേസ്റ്റും അത് ആ ഒരു ടെക്സ്ചറുമാണ്. വെട്ട് കേക്കിൽ നമ്മൾ റവ ചേർക്കുന്നുണ്ട്. ഇത് പക്ഷേ റവയൊന്നും ചേർക്കണില്ലെങ്കിൽ പോലും നമുക്ക് വെട്ട് കേക്ക് കഴിക്കണ ആ ഒരു ടേസ്റ്റാണ്, അതുപോലെയാണ് തോന്നിയിട്ടുള്ളത്. പുറമേയൊക്കെ കുറച്ച് ക്രിസ്പി, കുറച്ച് കട്ടിയിലാണല്ലോ ഇരിക്കുക പുറമേയൊക്കെ കപ്പ് കേക്ക്, വെട്ട് കേക്ക്. അപ്പോൾ അതുപോലെയാണ് എനിക്ക് ഇതും തോന്നിയിട്ടുള്ളത്. 2-3 തവണകളായിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ശരിക്കും ഒരു ക്രഞ്ചി ആയിട്ടുള്ളൊരു സംഭവമാണ് കഴിക്കാൻ. പെട്ടെന്ന് ഉണ്ടാക്കാം എന്നുള്ള ഗോതമ്പ് പൊടി മാത്രം മതി, വേറെ മൈദയോ റവയോ അരിപ്പൊടി ഒന്നും വേണ്ട.
ഗോതമ്പ് പൊടി മാത്രം മതി ഉണ്ടാക്കാൻ. 1 കപ്പ് ഗോതമ്പ് പൊടി കൊണ്ട് തന്നെ ഒരുപാട് എണ്ണ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ കുഞ്ഞു കുഞ്ഞായിരുന്നെങ്കിലും അത് ഫ്രൈ ആയി വന്നപ്പോൾ കുറച്ചുകൂടി ഒന്നും ഇങ്ങോട്ട് വലുതായിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. പിന്നെ വലുതായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് എണ്ണ വേണമല്ലോ, ഒരുപാട് എണ്ണ ഒഴിച്ചല്ലേ ഇടാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്. ഗോതമ്പ് പൊടി മാത്രം ഉപയോഗിച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കണ്ടോ, ഇതുപോലെയാണുള്ളത്. അകത്ത് നല്ല സോഫ്റ്റാണ്, പുറത്ത് കുറച്ച് ഹാർഡായ പോലെ ഉണ്ടാവും, ഒരു ക്രിസ്പി ആയിട്ടുണ്ടാവും. അത് തന്നെയാണ് അതിൻ്റെ ടെക്സ്റ്റ്.